തുടങ്ങാല്ലേ? ഓണാണ്. പ്രശസ്ത കവി ഡോക്ടർ സി രാവണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാവ്യശിഖയുടെ ഇഷ്ട കവിത എന്ന പ്രോഗ്രാമിന്റെ 500ാം ലക്കത്തിന്റെ ഒരു ഉദ്ഘാടന അതിഗംഭീരമായി നമ്മൾ സാഹിത്യ അക്കാദമി ഹാളിൽ MT ഹാളിൽ വെച്ച് ഈ വരുന്ന ജൂലൈ 5-ാം തീയതി നടത്തുകയാണ്. കാവ്യശിഖ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കവികൾ ഉണ്ടോ, കവിതകൾ ഉണ്ടോ എന്ന വിമർശനപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നിടത്താണ് രാവണി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒട്ടനവധി കവികളും കവിതകളും നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ തുടങ്ങിയത്. ഇതിന് പ്രശസ്തരായ ഒട്ടേറെ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു, ഈ ഇഷ്ടകവിതയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ടീച്ചർമാർ തുടങ്ങി സാധാരണക്കാരായ ഒട്ടേറെ പേർ ഈ ഇഷ്ടകവിതയിൽ തങ്ങളുടെ ഇഷ്ടപ്പെട്ട കവിതകൾ അവതരിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാവണി മാഷ് മുന്നോട്ട് വെച്ച ഈ ഇഷ്ടകവിത പൂരം വിജയകരമായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. 2023 ഫെബ്രുവരിയിലാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. ഫെബ്രുവരി 19 തുടക്കം കുറിച്ചത്. ഈ ജൂലൈ 1-ാം തീയതി 500ാം ലക്കം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ പരിപാടി വളരെ ഗംഭീരമായി നമ്മൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇഷ്ടകവിത @500 കേരള കവിതാപൂരം എന്ന പേരിൽ മലയാള സാഹിത്യ ലോകം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഇതിന് നമ്മുടെ കവി സച്ചിദാനന്ദ മാസ്റ്ററോടൊപ്പം കുട്ടികൾ, ഇഷ്ടപ്പെട്ട കുട്ടികൾ, ഏറ്റവും നല്ല കവിതകൾ എഴുതുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷും കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദം നടക്കുകയാണ്. അതോടൊപ്പം മലയാള കവിതയുടെ ഭാവി പ്രതീക്ഷ നിസ്സംശയം പ്രഖ്യാപിക്കാവുന്ന പരിപാടിയാണിത്. അപ്പം ഇഷ്ടകവിത @500 കേരള കവിതാപൂരം എന്നതിന്റെ ആഘോഷം നമ്മുടെ കവി NS സുമേഷ് കൃഷ്ണനും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇഷ്ടകവിതയ്ക്ക് നേതൃത്വം നൽകിയ രേഖാ CGയെയും കുട്ടികൾ എഴുതുമ്പോൾ എന്ന കാവ്യ പഠന ക്ലാസ് നയിക്കുന്ന PN നാരായണ മാസ്റ്ററെയും ടെലിവിഷൻ സീരിയലിൽ മികച്ച അഭിനേത്രി അവാർഡ് കരസ്ഥമാക്കിയ മഞ്ജു സുഭാഷിനെയും ഗിരീഷ് കർണാട് അവാർഡ് കരസ്ഥമാക്കിയ ചാക്കോടി അന്തിക്കാടിനെയും പ്രജിത സുരേഷ് കടക്കാവൂരിനെയും 18ഓളം വിദ്യാർത്ഥി കവികളെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. പിന്നെ 2 കവികളുടെ പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. അത് ഇവര് പറയും. വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ് രാവണി മാഷ് നേതൃത്വം കൊടുത്ത ഇഷ്ടകവിത എന്ന ഈ പരിപാടിക്ക് നമ്മുടെ ജൂലൈ 5-ാം തീയതി സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ സംഘടിപ്പിക്കുന്നത്. ഒരു ഗസൽ പരിപാടിയോടുകൂടിയാണ് 4 മണിക്കൊരു ഗസൽ പരിപാടിയോടുകൂടിയാണ് ഈ പരിപാടി സമാപിക്കുന്നത്. കാവ്യശിഖയുടെ ഒട്ടനവധി നൂതനങ്ങളായ പ്രവർത്തനങ്ങൾ ഇനിയും സംഘടിപ്പിച്ചുകൊണ്ട് കാവ്യശിഖ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി നമ്മുടെ ജയറാം മാഷ് ബാക്കി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആദ്യമായി ഈ ഇഷ്ടകവിതയുടെ പ്രസക്തി എന്തെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമുക്കെല്ലാം അറിയാം, ഇന്ന് വായിച്ച കവിത എന്ന കുരീപ്പുഴ ശ്രീകുമാർ മാഷിന്റെ ആ ഒരു പങ്ക്തിക്കൊപ്പം മലയാള കവിതയിലെ
പ്രസക്തമായ കവികളെ ആഴ്ചയിൽ 3 ദിവസം പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയാണ് ഇഷ്ടകവിത. നേരത്തെ അത് രാവുണ്ണി തിരഞ്ഞെടുത്ത കവിത എന്നായിരുന്നു. പിന്നീട് നമ്മൾ പേര് മാറ്റി ഇഷ്ടകവിത എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് 5000 മുതൽ 15000 വരെ ആൾക്കാർ അതിന്റെ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പങ്ക്തിയായിട്ട് ഇഷ്ടകവിത മാറി. ടീച്ചർ ഇവിടെ പറഞ്ഞ മാതിരി നമ്മൾ തുടങ്ങി വെച്ചിട്ട് 2019 ഇപ്പോൾ അതിന്റെ 500ാമത്തെ എപ്പിസോഡ് ജൂലൈ 5-ാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ്. 2023 ഫെബ്രുവരി തുടങ്ങിയിട്ട് ഇപ്പോൾ അതിന്റെ 500ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാധ്യമങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു പങ്ക്തിയായിട്ട് ഇഷ്ടകവിത മാറി. അപ്പൊ ഇഷ്ടകവിതയിൽ പങ്കെടുത്തവരുടെ ഒരു സംഗമമാണ് ഈ കേരള കവിതാ പൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സത്യാർത്ഥമായിട്ട് കുട്ടികൾ സംവദിക്കുന്ന കവിത ചൊല്ലുന്ന കവിമാഷും കവിക്കുട്ടികൾ എന്ന പരിപാടി അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ കാണാണ്. പിന്നീട് ആലാപനങ്ങളും ഒരുപാട് ശ്രദ്ധേയമായ കവികള് കവിതകൾ അവതരിപ്പിക്കുന്നു. കവിതയുടെ രംഗാവിഷ്കാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റാനാണ് കാവ്യ ശിഖ മുന്നോട്ട് വന്നിരിക്കുന്നത്. രാവണി മാഷുടെ ഈ പരിപാടി ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ട് ഇനിയും തുടരും. അപ്പൊ എല്ലാവരും നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഇതിലൊരു സവിശേഷമായൊരു കവറേജ് തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തായിട്ട് ഇല്ല, കുട്ടികളുടെ രചനകളെ മാഷ് ഇതിൽ കൂടെ പരിചയപ്പെടുത്തുന്ന കുട്ടികളെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, ഇതിനുശേഷം ആക്കാം. അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഒരു കമ എന്ന ഒരു പരിപാടി നടത്തി ഇതിൽ പങ്കെടുക്കുന്നവർ കാവ്യശിഖയുടെ ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബിലും ഉണ്ടാവും. അത് അതെ, ഫേസ്ബുക്കിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ ഇഷ്ടകവിതയുടെ സംഘാടക സമിതി ചെയർമാനാണ്. ഇതാദ്യം രാവണി മാഷ കവിത കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് രേഖാ സി ജി എന്നൊരു കുട്ടീനെ ആ കുട്ടിക്കാണ് കൊടുക്കുക. ആ കുട്ടി അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കാലത്ത് 7 മണിയാകുമ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് എൻ്റെ പ്രോഗ്രാം വരുന്നത്. കാവ്യശിഖയുടെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇടും. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും ഷെയർ ചെയ്യും, കമൻറ്റ്, അതായത് ഓരോരുത്തർക്ക് അഭിപ്രായം എഴുതാം. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു 5000 മുതൽ 15000 വരെ വ്യൂവേഴ്സ് അത് കാണുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല പ്രചാരമുള്ളൊരു പ്രോഗ്രാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ കുട്ടികളെ, പ്രധാനമായിട്ട് ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, പിന്നെ കൂലിപ്പണിക്കാർ, അങ്ങനെയുള്ള വളരെ നിസ്സാര തോതിലുള്ള ആൾക്കാർ മുതൽ പ്രശസ്തരായ കവികൾ വരെ ഇതിൽ കവിതകൾ എഴുതിയിടുകയും അഭിപ്രായങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 500ാമത്തെ എപ്പിസോഡ് ഈ 1-ാം തീയതി ആയിരുന്നു വന്നത്. അപ്പോൾ അതാണ് സമുചിതമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു കവിതാപൂരമായിട്ടാണ് അത് സാഹിത്യ അക്കാദമിയിൽ വെച്ച് ആചരിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി വായിക്കാം. ആദ്യം പ്രശസ്ത കവി സച്ചിദാനന്ദനോടൊപ്പം കവിമാഷും കുട്ടികളും സംവാദം. അത് 18ഓളം വിദ്യാർത്ഥി ഇതിൽ കവിത എഴുതിയിട്ടുള്ള കുട്ടികളും കവിതാ പ്രതിഭകളും പങ്കെടുക്കുന്ന പ്രോഗ്രാമാണത്. അതിൽ മലയാള കവിതയുടെ ഭാവി പ്രതീക്ഷ നിശ്ചയം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നത്. പിന്നെ കവി SN സുമേഷ് കൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിൽ യുവ കവികളായിട്ടുള്ള ആതിര R, ഉദയ പയ്യന്നൂർ, വിദ്യാർത്ഥികളായ അൻഹ സീൻ, ജസ അൻവർ, ഭദ്ര ഹരി എന്നീ കുട്ടികളാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് പ്രോഗ്രാം നിർവഹിക്കുന്നത്. എല്ലാ അതിഥികൾക്കും കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഡോക്ടർ C രാവുണ്ണി, ജയകുമാർ ചെങ്ങമനാട്, ശ്രീജിത്ത് അരിയല്ലൂർ, PR രതീഷ്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ദർശന KR, ജയറാം വാഴൂർ, സുധാകരൻ എന്നിവർ ആ ചടങ്ങിൽ സംസാരിക്കും. പിന്നെ ഇഷ്ടകവിതയ്ക്ക് നേതൃത്വം നൽകിയത് രേഖാ CG നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ രേഖാ CGക്കും പിന്നെ കുട്ടികളുടെ പഠന ക്ലാസ് നിയന്ത്രിക്കുന്ന PN നാരായണൻ മാസ്റ്ററെയും ടെലിവിഷൻ സീരിയലിൽ മികച്ച അഭിനേത്രി അവാർഡ് കരസ്ഥമാക്കിയ മഞ്ജു സുഭാഷിനെയും ഗിരീഷ് കർണാട് അവാർഡ് നാടകരംഗത്തെ പ്രതിഭയ്ക്ക് കൊടുക്കുന്ന ഗിരീഷ് കർണാട് അവാർഡ് കരസ്ഥമാക്കിയ ചാക്കോടി അന്തിക്കാടിനെയും പ്രജിത സുരേഷ് കടക്കാവൂരിനെയും 18ഓളം വിദ്യാർത്ഥി കവികളെയും ആ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. പിന്നെ 2 പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്, കവർ പ്രകാശനങ്ങൾ. അത് മെഹ്റുന്നീസ പ്രമോദിന്റെ കവിതാ സമാഹാരം ജാലകം തുറന്ന് ആകാശത്തെ വിളിക്കുന്നു എന്നുള്ളതും, പിന്നെ അജികുമാർ നാരായണന്റെ കവിതാ സമാഹാരം കവിതയുടെ തച്ചുശാസ്ത്രം എന്നിവയുടെ കവർ പ്രകാശനം കവി സച്ചിദാനന്ദനും ഡോക്ടർ C രാവുണ്ണിയും ചേർന്ന് നിർവഹിക്കുന്നു. പിന്നെ കവിതയുടെ ദൃശ്യാവിഷ്കാരം, കാവ്യോത്സവം പരിപാടി,
50ഓളം കവികളുടെ കാവ്യാലാപനം തുടങ്ങി വിവിധ കവിതാപൂരം തന്നെയായിരിക്കും അന്ന് നടക്കുന്നത്. 4 മണിയോടുകൂടി ചടങ്ങ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടകവിത അറ്റ് 500 കവിത പൂരം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ 2ാം പേജിൽ വരുന്നൊരു പ്രധാന പോയിന്റ് ഉണ്ട്. മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുന്ന സമാന്തര മാധ്യമങ്ങളിലും അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന നവകവിതയെ മലയാളത്തിന്റെ മുഖ്യധാരയിൽ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ് ഇഷ്ടകവിത. സോഷ്യൽ മീഡിയകളിൽ 500 ലക്കങ്ങൾക്കും 5000 മുതൽ 15000 വരെയുള്ള വായനക്കാരുണ്ടെന്നത് ഏറെ ആഹ്ലാദകരമായ സംഗതിയാണ്. തീർച്ചയായിട്ടും സമകാലിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന കവിതകളെയാണ് രാവണി മാഷ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ പുസ്തക പ്രകാശനം നടത്തുന്ന കവികളുടെ ആ കവിത പ്രത്യേകമായിട്ട് ആ ആഴ്ചയിലത്തെ ഇഷ്ടകവിതയിൽ ഉൾപ്പെടുത്താറുണ്ട്. കാവ്യശിഖയിലുള്ളവരും പുറത്തുള്ളവരും ഇഷ്ടം പോലെയുണ്ട്. കാവ്യശിഖയിലുള്ളവരുടെ മികച്ച കവിതകൾ കണ്ടെത്തുന്നതിൻ്റെ ഒപ്പം പുറത്തുള്ള മറ്റു തൊഴിലാളികളും മറ്റ് അധ്യാപകരും സുഹൃത്തുക്കളുടെയാണ് വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ജയറാം വാഴൂരാണ്, കാവ്യശിഖയുടെ ചെയർമാനാണ്. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, സെക്രട്ടറി കാവ്യശിഖ. സുധാകരൻ കെ, ഇഷ്ടകവിത 500 സംഘാടക സമിതി ചെയർമാനാണ്. അജയ് ഘോഷ് MP ഉണ്ട്, ഇഷ്ടകവിത 500 സംഘാടക സമിതി മെമ്പറാണ്. ചാക്കോടി അന്തിക്കാട്, ട്രഷറർ കാവ്യശിഖ. ഞങ്ങൾ 5 പേരാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കവികളും 1-2 ദൃശ്യാവിഷ്കാരങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട് ഗസൽ, ഈ CV ബഷീറിന് ഗസലാണ് 1 മണിക്കൂറോളം ഉണ്ട്. ലാസ്റ്റ് പരിപാടി അതാണ്. പിന്നെ ഈ ആദരിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇഷ്ടകവിതയിൽ കവിത എഴുതിയവരും കാവ്യശിഖ ആയിട്ട് ബന്ധപ്പെട്ട കവികൾ തന്നെയാണ്. കാരണം എല്ലാവരും ഇഷ്ടകവിതയിൽ കവിത എഴുതിയവരും കൂടിയാണ്. പ്രജിത സുരേഷും ചാക്കോടി അന്തിക്കാടും ഈ മഞ്ജു സുഭാഷ് ഒക്കെ ഇഷ്ടകവിതയിൽ ഉൾപ്പെട്ടവരും കൂടിയാണ്. അപ്പൊ അവർക്ക് വേറെ മറ്റു രീതിയിലുള്ള അവാർഡ്സ് വന്നപ്പോഴാണ് അത് ആദരിക്കുന്ന സംഗതിയായിട്ട് മാറി. കുട്ടികളുടെ സാന്നിധ്യം നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗംഭീരമാണ്. ഏറ്റവും മികച്ച കവിതകൾ എഴുതിയ 18ഓളം കുട്ടികൾ 1 മണിക്കൂറോളം സച്ചിദാനന്ദ മാഷായിട്ട് സംവദിക്കുന്നു എന്നുള്ളത്, അതാണ് അതിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ പരിപാടിയുടെ ഒരു ചുരുക്കം.